ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ജൂൺ 20 പോലീസ് കോൺസ്റ്റബിൾ എക്സാം ഉണ്ട് ഈ വരുന്ന സാറ്റർഡേ അല്ലേ. ആ ഒരു എക്സാമിൻ്റെ മോഡൽ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മോക്ക് ടെസ്റ്റ് ആണ്. എത്രയാണ് മാർക്ക് കിട്ടിയതെന്നും കൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. തൊഴിൽ വാർത്തയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും പഠിച്ച് കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ എക്സാമിന് മുമ്പായിട്ട് മോഡൽ പേപ്പേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നാസയുടെ ആർടെമിസ് 2 ദൗത്യത്തിൽ അംഗമായിരുന്ന വനിതയാര്? നാസയുടെ ആർടെമിസ് 2 ദൗത്യത്തിൽ അംഗമായിരുന്ന വനിതയാര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രിസ്റ്റീന കോച്ച്. ക്രിസ്റ്റീന കോച്ച്. ആന്ധ്രാപ്രദേശിൻ്റെ ഔദ്യോഗിക തലസ്ഥാനമായി മാറിയത്? ആന്ധ്രാപ്രദേശിൻ്റെ ഔദ്യോഗിക തലസ്ഥാനമായി മാറിയത് ഏതാണ്? അമരാവതിയാണ്. അമരാവതി. റെക്കോർഡ് വിലയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ യശോദയും കൃഷ്ണനും ആരുടെ ചിത്രമാണ്? യശോദയും കൃഷ്ണനും ആരുടെ ചിത്രമാണ്? ആൻസർ ഓപ്ഷൻ ഡി, രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ. ബീഹാറിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആര്? ബീഹാറിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ സി, സമ്രാട്ട് ചൗധരി. ഗ്രാമി പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ഗായികയാര്? ഗ്രാമി പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ഗായികയാര്? ആൻസർ ഓപ്ഷൻ ഡി, ആശാ ഭോസ്ലെ. ആശാ ഭോസ്ലെ. 2026 ലോറസ് പുരസ്കാരങ്ങളിൽ മികച്ച പുരുഷ കായിക താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? 2026 ലോറസ് പുരസ്കാരങ്ങളിൽ മികച്ച പുരുഷ കായിക താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ആൻസർ ഓപ്ഷൻ എ, കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാര്? 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാര്? ആൻസർ ഓപ്ഷൻ ബി, KG ശങ്കരപ്പിള്ള. ആധാറിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? ആധാറിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? ആൻസർ ഓപ്ഷൻ സി, ഉദയ്. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആരംഭിച്ചതെവിടെ? കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആരംഭിച്ചതെവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആറളം. ആറളം. വനം വകുപ്പ് നടപ്പിലാക്കുന്ന വിത്തൂട്ട് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ത്? വനം വകുപ്പ് നടപ്പിലാക്കുന്ന വിത്തൂട്ട് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ത്? ആൻസർ ഓപ്ഷൻ സി, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കൽ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കലാണ് വിത്തൂട്ട് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സംസ്ഥാന ലിസ്റ്റിലുള്ള ചില വിഷയങ്ങളിൽ നിയമമുണ്ടാക്കാൻ പാർലമെന്റിന് താൽക്കാലികാധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? സംസ്ഥാന ലിസ്റ്റിലുള്ള ചില വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാൻ പാർലമെന്റിന് താൽക്കാലികാധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അനുച്ഛേദം 369. സംസ്ഥാന ലിസ്റ്റിലുള്ള ചില വിഷയങ്ങളിൽ നിയമമുണ്ടാക്കാൻ പാർലമെന്റിന് തൽക്കാലികാധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 369. 1992 പാർലമെന്റ് പാസാക്കുകയും 1993 നിലവിൽ വരികയും ചെയ്ത ഭരണഘടനാ ഭേദഗതികൾ ഏതെല്ലാം? 1992 പാർലമെന്റ് പാസ്സാക്കി, 93 നിലവിൽ വന്നത്. ആ ഭേദഗതികളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 73, 74 ഭേദഗതികൾ. ഇതിനെ കുറിച്ചാണ് പറയുന്നത്? പഞ്ചായത്തിനെ കുറിച്ച് പറയുന്നത് 73ഉം നഗരപാലിക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്നത് ഏതാണ്? 74ാമത്തെ ഭേദഗതിയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക് അദാലത്ത് സംവിധാനത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? സന്നദ്ധ സ്വഭാവമുള്ള നീതിന്യായ സംവിധാനത്തിന് ഉദാഹരണം? ശരിയാണ്, ലോക അദാലത്ത് സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. സന്നദ്ധ സ്വഭാവമുള്ള നീതിന്യായ സംവിധാനത്തിന് ഉദാഹരണമാണ് എന്ന് പറയുന്നു. അത് ശരിയാണ്.
കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പിലൂടെയും കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നു. അതും ശരിയാണ്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് H.J. കെനിയ. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാനുള്ള ഇലക്ട്രൽ കോളേജിനെ പറ്റിയുള്ള ശരിയായ വിവരം ഏത്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാനുള്ള ഇലക്ട്രൽ കോളേജിനെ പറ്റിയുള്ള ശരിയായ വിവരം ഏത്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജാണ്. ഇലക്ട്രൽ കോളേജിലുള്ള ആരൊക്കെയാണ് അംഗങ്ങൾ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ലോകസഭ, രാജ്യസഭ എന്നിവിടങ്ങളിലെ മുഴുവൻ അംഗങ്ങളും. ലോകസഭ, രാജ്യസഭ എന്നിവിടങ്ങളിലെ മുഴുവൻ അംഗങ്ങളും ഇലക്ട്രൽ കോളേജിലുണ്ടായിരിക്കും ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് വെച്ചാൽ ഏതിലാണ്? പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പിലാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യസഭയിലേക്ക് അയക്കുന്ന ധനബില്ലുകളെ എത്ര ദിവസത്തിനകം ലോകസഭയിലേക്ക് തിരിച്ചയച്ചിരിക്കണം? രാജ്യസഭയിലേക്ക് അയക്കുന്ന ധനബില്ലുകളെ എത്ര ദിവസത്തിനകം ലോകസഭയിലേക്ക് തിരിച്ചയക്കണം? ആൻസർ ഓപ്ഷൻ ബി ആണ്. 14 ദിവസത്തിനുള്ളിൽ തിരിച്ചയക്കണം. ധനബില്ല് അഥവാ മണി ബില്ല് ഏതൊക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്? ധനബില്ല് അതായത് മണി ബില്ല് ഏതൊക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശൂന്യവേള എന്ന പാർലമെൻറ്റ് സെക്ഷൻ ആ പേരിൽ അറിയപ്പെടാൻ കാരണം എന്ത്? ശൂന്യവേള എന്ന പാർലമെൻറ്റ് സെക്ഷൻ ആ പേരിൽ അറിയപ്പെടാൻ കാരണം എന്താണ് കാരണം? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഉച്ചയ്ക്ക് 12-ന് ആരംഭിക്കുന്നതിനാലാണ് ശൂന്യവേള എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു? ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടല്ലോ, അതിലെ ഏക വനിതാ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ഏതാണ്? ഡി ആണല്ലേ, സുൽത്താന റസിയ. മധ്യകാല കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതനായിരുന്ന സംഗ്രാമ മാധവൻ ഏത് വിഷയത്തിലായിരുന്നു പ്രഗത്ഭൻ? സംഗ്രാമ മാധവൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഗണിതശാസ്ത്രം. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാനായി പെരുവിരൽ മുറിച്ചു മാറ്റിയ ബംഗാളിലെ നഗോഡകൾ ഏത് കൃഷിയിൽ ഏർപ്പെട്ടിരുന്നവരാണ്? ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാനായി പെരുവിരൽ മുറിച്ചു മാറ്റിയ ബംഗാളിലെ നഗോഡകൾ ഏത് കൃഷിയിൽ ഏർപ്പെട്ടിരുന്നവരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പട്ടുനൂൽ കൃഷി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രവീന്ദ്രനാഥ ടാഗോർ. വട്ടമേശ സമ്മേളനങ്ങളെ പറ്റി ശരിയായ പ്രസ്താവനകളേവ? ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി. ശരിയാണല്ലോ, ശരിയാണ്. 1930, 31, 32 വർഷങ്ങളിൽ ലണ്ടനിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത പ്രമുഖ നേതാവാണ് BR അംബേദ്കർ അല്ലേ. BR അംബേദ്കർ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അതും ശരിയാണ്. ഗാന്ധിജി പങ്കെടുത്തത് 3ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ്. അത് തെറ്റാണ്. ഗാന്ധിജി പങ്കെടുത്തത് 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ആണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാത്രി കാലങ്ങളിൽ ഉപരിതല താപം 0°C താഴെയാവുന്ന പ്രദേശങ്ങളിൽ നേർത്ത ഹിമകണങ്ങൾ രൂപം കൊള്ളുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? രാത്രി കാലങ്ങളിൽ ഉപരിതല താപം 0°C താഴെയാവുന്ന പ്രദേശങ്ങളിൽ നേർത്ത ഹിമകണങ്ങൾ രൂപം കൊള്ളുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹിമം എന്നാണ് അറിയപ്പെടുന്നത്.
പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്നുണ്ടാകുന്ന അന്തരീക്ഷ അവസ്ഥയായ സ്മോഗ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏവ? സ്മോഗ് രൂപപ്പെടുന്നത് പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്നാണ്. ഇവ കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ, വ്യാവസായിക മേഖലകളിലാണ് സ്മോഗ് കാണപ്പെടുന്നത്. നിംബസ് മേഘങ്ങളെ പറ്റിയുള്ള ശരിയായ വിവരം ഏത്? താഴ്ന്ന വിതാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങൾ ഉയർന്ന വിതാനങ്ങളിൽ തൂവലുകൾ പോലെ കാണുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ, താഴ്ന്ന വിതാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഏറ്റവും വിസ്തൃതമായ ഭാഗം ഏത്? ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഏറ്റവും വിസ്തൃതമായ ഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗംഗാ സമതലമാണ് ഏറ്റവും വിസ്തൃതമായ ഭാഗം. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദരവനം. അത് ശരിയാണ് അല്ലേ. പശ്ചിമ ബംഗാളിലാണ് സുന്ദരവനം പ്രദേശമുള്ളത്. അതും ശരിയാണ്. സിന്ധു ഗംഗാ നദികളെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടതാണ് സുന്ദരവനം എന്ന് പറയുന്നു. അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ഇനി സുന്ദരവനത്തിൽ കൂടുതലായി കാണപ്പെടുന്ന കണ്ടൽ വർഗ സസ്യമാണ് സുന്ദരി. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമാണ്? ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നീതി ആയോഗ്. 9ാം പഞ്ചവത്സര പദ്ധതിയെ പറ്റി ശരിയല്ലാത്ത വിവരം ഏത്? സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ 50ാം വാർഷികത്തിൽ തുടക്കമിട്ടു. ശരിയാണല്ലേ. പഞ്ചവത്സര പദ്ധതികൾ മാത്രമായിട്ട് PSC ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ്? സ്വതന്ത്ര പ്രാപ്തിയുടെ 50ാം വർഷത്തിലാണ് രൂപപ്പെട്ടത്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 1997 മുതൽ 2002 വരെയാണ്. ശരിയാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും മുഖ്യ ലക്ഷ്യങ്ങളായിരുന്നു. അതും ശരിയാണ്. ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ടത് ഈ പദ്ധതി കാലത്താണെന്ന് പറയുന്നു. അതാണ് അവിടെ തെറ്റായിട്ട് വന്ന പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവം സാധ്യമാക്കിയ അനുബന്ധ ഘടകങ്ങൾ ഏതൊക്കെ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ശരിയാണ്. ജലസേചന സൗകര്യങ്ങളാണ്. ശരിയാണ്. രാസവളവും കീടനാശിനികളും, അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇനി കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം, അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 ശരിയാണ്. തോട്ടവിള കൃഷിയുടെ പ്രത്യേകതകളേവ? ദീർഘകാല വരുമാനം. ശരിയാണ്. താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവ്, അതും ശരിയാണ്. ഉൽപാദന ചെലവ് കുറവാണ്, ദീർഘകാല വരുമാനം കിട്ടും. അതാണ് തോട്ടവിള കൃഷിയുടെ പ്രത്യേകത. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതെല്ലാമാണ്? തുണി വ്യവസായം, പഞ്ചസാര വ്യവസായം, ചണം വ്യവസായം. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണുള്ളത്. എത്രയാണ്? 1200. ഓരോ ജില്ലയിലെയും സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നതാര്? ഓരോ ജില്ലയിലെയും സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നതാരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജില്ലാ കളക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഏവ? പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് ഏതൊക്കെയാണ്? ആൻസർ മാനന്തവാടി, സുൽത്താൻ ബത്തേരി. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷി രീതി ഏത്? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷി രീതി ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ് ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷിരീതി ഏതാണ്? ഫെർട്ടിഗേഷൻ. നെക്സ്റ്റ്, തൊണ്ടമുഴ അഥവാ ഗോയിറ്റർ രോഗത്തിന് കാരണം ഏത് പോഷകത്തിൻ്റെ കുറവാണ്? തൊണ്ടമുഴ അഥവാ ഗോയിറ്റർ രോഗത്തിന് കാരണം ഏത് പോഷകത്തിൻ്റെ കുറവാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അയഡിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ വിവരങ്ങൾ ഏതെല്ലാം? ശരീരത്തിലെ ഏറ്റവും അധികം ചലന സ്വാതന്ത്ര്യമുള്ളവയാണ് ഗോളര സന്ധികൾ. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവ ഗോളര സന്ധികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയായ പ്രസ്താവനയാണോ? നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് ശരിയായ വിവരങ്ങളാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവ ഗോളര സന്ധികളാണ്. ശരിയാണ്. ഗോളര സന്ധികൾ കാണപ്പെടുന്ന ശരീരഭാഗങ്ങളാണ് തോളെല്ല്, ഇടുപ്പെല്ല്. തോളെല്ലും ഇടുപ്പെല്ലും എന്നാണ് ഗോളര സന്ധികളാണ്. തോളെല്ലും ഇടുപ്പെല്ലും ഗോളര സന്ധികളാണ്. ശരിയാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുണ്ട്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്ന വിധമുള്ളതാണ് ഗോളര സന്ധി എന്ന് പറയുന്നത് അല്ലേ. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്. അപ്പോൾ ഗോളര സന്ധികൾ ചലന സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു കുഴിയിൽ ഒരു അസ്ഥിയുടെ ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയും. അതുപോലെ തന്നെ തോളലും ഇടുപ്പിലും അതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണരോഗത്തിന് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണരോഗത്തിന് കാരണം അസ്ഥിയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വൈറ്റമിൻ ഡി ആണ്. സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡ്രൈ ഐസ്. അന്തരീക്ഷവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? അന്തരീക്ഷ താപനില ഉയരുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹരിതാലയ പ്രഭാവം. ഗ്രാഫൈറ്റിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ്. വൈദ്യുത ചാലകമായി പ്രവർത്തിക്കുന്നുണ്ട്. ബാഷ്പീകരണശീലമില്ലാത്ത കാർബണിൻ്റെ രൂപാന്തരമാണ്. അതും ശരിയാണ്. ഇനി താപചാലകമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു. അത് തെറ്റാണ്. താപചാലകമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 3 ആണ് ശരിയായിട്ട് വരുന്നത്. കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപം വൈദ്യുത ചാലകം, താപചാലകം, അതുപോലെ തന്നെ ബാഷ്പീകരണശീലമില്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം. നെക്സ്റ്റ്, വൈദ്യുതാഘാതമേറ്റ ആളുടെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വൈദ്യുതാഘാതമേറ്റ ആളുടെ ശരീരം അമർത്തി തടവുന്നതും തിരുമുന്നതും? ആൻസർ ഓപ്ഷൻ സി ആണ്. ചൂട് പിടിപ്പിക്കുമ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലായി ഹൃദയാഘാത സാധ്യത അതിജീവിക്കാൻ. ചൂട് പിടിപ്പിക്കുമ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലായി ഹൃദയാഘാത സാധ്യത അതിജീവിക്കാനാണ്. നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴാൻ കാരണം എന്ത്? നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴാൻ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നിശ്ചല ജഡത്വം. സമ്പർക്കരഹിത ബലങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? നോൺ കോണ്ടാക്റ്റ് ഫോഴ്സിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിസ്കസ് ബലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യാസമഹാഭാരതം 872 ദിവസം കൊണ്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര്? വ്യാസമഹാഭാരതം 872 ദിവസം കൊണ്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര്? ആൻസർ ഓപ്ഷൻ എ ആണ്, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഉള്ളൂരിൻ്റെ രചനകൾ ഏതെല്ലാം? ഉമാകേരളം, പിങ്കള, കർണഭൂഷണം. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3, 4. ജി ശങ്കരപ്പിള്ളയുടെ സൂര്യകാന്തി എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാര്?
ജി ശങ്കരപിള്ളയുടെ സൂര്യകാന്തി എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കൈനിക്കര കുമാരപിള്ള. കൈനിക്കര കുമാരപിള്ള. സൂര്യകാന്തി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് കൈനിക്കര കുമാരപിള്ള. കഥകളി നടനം എന്നറിയപ്പെട്ടിരുന്ന നൃത്തരൂപത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത്? കഥകളി നടനം എന്നറിയപ്പെട്ടിരുന്ന നൃത്തരൂപത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി കേരള നടനം. നെക്സ്റ്റ് മെറ്റ്സ് ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പറും ആൻസറും പറഞ്ഞു പോകുന്നുള്ളൂ. പോസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. 51ൻ്റെ ആൻസർ ആൻസർ എ ആണ് 10. നെക്സ്റ്റ് 52ൻ്റെ ആൻസർ ഓപ്ഷൻ സി 53, ഓപ്ഷൻ എ 54, ഓപ്ഷൻ ഡി 55, ഓപ്ഷൻ ബി 56, ഓപ്ഷൻ ഡി 57, ഓപ്ഷൻ എ 58, ഓപ്ഷൻ എ 59, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി. നെക്സ്റ്റ് ഇംഗ്ലീഷ് 61. സപ്ലൈ ദ കറക്റ്റ് ആർട്ടിക്കിൾസ്. ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. ദായാണ് വരുന്നത്. നെക്സ്റ്റ് ദ ഇഡിയം പ്ലേ സെക്കൻഡ് ഫിഡിൽ മീൻസ്. ആൻസർ ഓപ്ഷൻ എ ടു പ്ലേ എ സബോർഡിനേറ്റ് റോള്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ദ ഡോക്ടർ ഗേവ് മീ ഫസ്റ്റ് എയ്ഡ്. ദ ഡോക്ടർ ഗേവ് മീ ഫസ്റ്റ് എയ്ഡ്. ആൻസർ ഓപ്ഷൻ ബി ഐ വാസ് ഗീവൺ ഫസ്റ്റ് എയ്ഡ് ബൈ ദ ഡോക്ടർ. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. ഓപ്ഷൻ ബി ദേ ഓൾ ഹെൽപ്ഡ് വൺ അനദർ. യൂസ് ദ റൈറ്റ് കൺജങ്ഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ് ഹാർഡ്ലി ഹാഡ് ദ സൺ റീസൺ വെൻ വി സെറ്റ് ഔട്ട്. നെക്സ്റ്റ് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സെഡ് ടു മീ മൈ ഫ്രണ്ട്സ് ആർ വെയിറ്റിംഗ് ഫോർ മീ. ആൻസർ ഓപ്ഷൻ എ ഹി സെഡ് ദാറ്റ് ഹിസ് ഫ്രണ്ട്സ് വേർ വെയിറ്റിംഗ് ഫോർ ഹിം. യൂസ് ദ പ്ലൂറൽ ഓഫ് ദ വേർഡ് ഗീവൺ ഇൻ ബ്രാക്കറ്റ്സ്. ദ പസഫിക് ഓഷ്യൻ ഈസ് ഫുൾ ഓഫ് volcano. Answer option D volcanoes. ES. Supply suitable question tag. He is not handsome. Answer option B is he. The foreign term beta noir. Answer option C an object of dislike. This is a spot dash I left my car. Answer option D where. മലയാളമാണ്. നെക്സ്റ്റ് വ്യാകരണത്തിൽ പാണ്ഡിത്യമുള്ളവൻ എന്നതിന് യോജിച്ച ഒറ്റപ്പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി വൈയാകരണൻ. ക്രന്ദനം എന്ന പദത്തിനർത്ഥം ക്രന്ദനം. ആൻസർ ഓപ്ഷൻ എ കരച്ചിൽ. ഖേദം എന്ന പദത്തിൻ്റെ വിപരീതം. ആൻസർ ഓപ്ഷൻ ഡി മോദം. ഫ്രം ക്രാഡിൽ ടു ദ ഗ്രേവ് എന്നതിന് സമാനമായ പരിഭാഷ. ആൻസർ ഓപ്ഷൻ ബി ചൊട്ട മുതൽ ചുടല വരെ. ശരിയായ പദം കണ്ടെത്തുക. സ്ഥിതപ്രജ്ഞൻ. തെറ്റായ സ്ത്രീലിംഗം രേഖപ്പെടുത്തിയ ജോഡി. പിഷാരടി പിഷാരസ്യാർ. തിരുമുൽപ്പാട് നമ്പിഷ്ടാതിരി. നമ്പ്യാർ നമ്പ്യാതിരി. അതാണ് തെറ്റായിട്ട് വന്നത്. ചാക്യോർ ഇല്ലാടമ്മ. വെഞ്ചാമരം പിരിച്ചെഴുതുക. വെൺ പ്ലസ് ചാമരമാണ് വരിക അല്ലേ? ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വെൺ പ്ലസ് ചാമരം. യോഗികൾ എന്ന പദം ഏത് വചന വിഭാഗത്തിൽ പെടുന്നു? യോഗികൾ. ആൻസർ ഓപ്ഷൻ ബി പൂജക ബഹുവചനം. കുംഭകർണ സേവ എന്ന ശൈലി കൊണ്ടർത്ഥമാക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഉണരാത്ത ഉറക്കം. പൊട്ടിയ ചങ്ങല കഷ്ണവുമായി ഭ്രാന്തൻ മേലായുധൻ നടന്നു വരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അടിവരയിട്ട പദം വിഗ്രഹിക്കുമ്പോൾ. ആൻസർ ഓപ്ഷൻ സി ആണ് ചങ്ങലയുടെ കഷ്ണം.
കേരള പോലീസ് നിയമത്തിൽ പ്രത്യേക ബ്രാഞ്ചുകൾ, വിങ്ങുകൾ, സ്ക്വാഡുകൾ എന്നിവയുടെ രൂപവൽക്കരണം സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കുന്ന വകുപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 21. സുരക്ഷ ഉറപ്പാക്കുന്നതിനോ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി പോലീസിന് സ്വകാര്യ സ്ഥലങ്ങളിൽ കയറാൻ കഴിയും. ഈ സമയങ്ങളിൽ ആചാരം, മര്യാദ, സ്വകാര്യത, ഔചിത്യം എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ടതാണ്. അത് രണ്ടുമാണ് അവിടെ ശരിയായിട്ട് വന്നത്. തെറ്റ് ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. കേരള പോലീസ് നിയമത്തിലെ 120-ാം വകുപ്പിനനുസരിച്ചുള്ള കുറ്റത്തിന് ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 വർഷം വരെ തടവോ 5000 രൂപ പിഴയോ ഇവ രണ്ടും കൂടിയോ. ഭാരതീയ സാക്ഷി അധിനിയം 2023 പ്രകാരം തെളിവ് എന്നതിൻ്റെ നിർവചനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എ, ബി. സാക്ഷികൾ നൽകുന്ന ഇലക്ട്രോണിക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, കോടതിയുടെ പരിശോധനയ്ക്കായി സമർപ്പിക്കുന്ന ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കൂട്ടുപ്രതിയുടെ കുറ്റസമ്മതത്തിൻ്റെ പ്രാധാന്യം വിശദമാക്കുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലെ വകുപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, സെക്ഷൻ 24. BNSന്റെ ഡാഷ് മുതൽ ഡാഷ് വരെയുള്ള വകുപ്പുകൾ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് വിശദമാക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, 34-44. നിയമപരമായി ഒരു പങ്കാളി നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് BNSന്റെ 82-ാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ എ, 7 വർഷം വരെ തടവും പിഴയും. BNSന്റെ 2-4 വകുപ്പ് എന്തിനെ നിർവചിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, കൗണ്ടർ ഫീറ്റ്. 7-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യത്തിന് ശിക്ഷാ ഇളവ് ലഭിക്കുന്നത് BNSന്റെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ, സെക്ഷൻ 21. BNSന്റെ ഏത് വകുപ്പാണ് സമൻസ് കേസ് നിർവചിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 2X. BNSന്റെ 42-ാം വകുപ്പ് പ്രകാരം അറസ്റ്റിൽ നിന്ന് സംരക്ഷണം താഴെ പറയുന്നതിൽ ആർക്കെല്ലാമാണ് ലഭിക്കുക? ആൻസർ ഓപ്ഷൻ ബി, എക്ക് മാത്രം, സായുധ സേനാംഗങ്ങൾ. സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കുന്ന സാഹചര്യങ്ങൾ വിശദമാക്കുന്ന BNSലെ വകുപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 42. പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. 23-ാം വകുപ്പ് പത്രമാധ്യമ പ്രവർത്തകർ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ വിശദമാക്കുന്നു. ഈ വകുപ്പ് പ്രകാരം കുട്ടിയുടെ സ്വകാര്യതയെയോ അന്തസ്സിനെയോ ഹനിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ നൽകരുത്. നെക്സ്റ്റ്, പോർണോഗ്രഫിക്ക് ഉപയോഗത്തിനായി ഒരു കുട്ടിയെ ഏതെങ്കിലും വസ്തുക്കളോ ചിത്രങ്ങളോ കാണിക്കുന്നത് ലൈംഗിക അതിക്രമമാണെന്ന് വിശദമാക്കിയിട്ടുള്ള പോക്സോ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 11. സ്വത്ത് മരവിപ്പിക്കൽ, കണ്ടുകെട്ടൽ തുടങ്ങിയ വിശദീകരിച്ചിട്ടുള്ള NDPS നിയമത്തിലെ അധ്യായം ഏത്? ആൻസർ ഓപ്ഷൻ ബി, അധ്യായം 5A. കൊക്കെയിൻ, മോർഫിൻ പോലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 6 മാസം മുതൽ 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപ പിഴയോ ഇവ രണ്ടും കൂടിയോ. വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സ്ഥാപനം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നൽകുന്ന വിവരം തൃപ്തികരമല്ലാത്ത പക്ഷം അപേക്ഷകന് എത്ര ദിവസത്തിനകം 1ാം അപ്പീൽ സമർപ്പിക്കാം? 1ാം അപ്പീലിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 30 ദിവസത്തിനകം. പ്രശസ്തരായ വ്യക്തികളുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നത് ഏത് സൈബർ കുറ്റകൃത്യമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സൈബർ സ്റ്റോക്കിംഗ്. IT നിയമത്തിലെ വകുപ്പ് 66C ഏത് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ, ഐഡൻറ്റിറ്റി മോഷണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാത്സിലെ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ എത്രയാണ് ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയെന്നും കൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കട്ട് ഓഫ് മാർക്ക് 68 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.